ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചെമ്പരത്തിയിൽ കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഫ്രണ്ട് വശത്തേക്ക് തിരിഞ്ഞേക്കുന്ന ഭാഗത്താണ്. അവിടെ രണ്ടെണ്ണം വലിയ ചെമ്പരത്തി പൂവാണ്. പിന്നെ ഇനി അപ്പുറവശത്തും കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അപ്പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. ഇത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു കഞ്ഞിവെള്ളത്തിൽ ചാരമൊക്കെ കലക്കി ഒഴിച്ചു കൊടുത്തു എന്ന്. അതിനുശേഷം ഇത് ഇപ്പോൾ നന്നായിട്ട് പൂടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പൂടാതെ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ചാരം കലക്കി മിക്സ് ചെയ്ത് വെച്ചിട്ട് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരാഴ്ച അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അത് പുളിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഫുൾ ഒഴിച്ചു കൊടുത്തു ഞാൻ. അങ്ങനെ ഇലകളിലും ഞാൻ പറഞ്ഞില്ലേ, വെള്ളപ്രാണി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തളിച്ച് അങ്ങനെ ഒഴിച്ചു കൊടുത്തു. ആ ചെടീനെ അടിമുടി അങ്ങനെ നനച്ചു കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അപ്പവും കടലയാട്ടോ. അപ്പോൾ വെറുതെ കടല ഉള്ളിമുളകും താളിച്ചിട്ട് എടുക്കണം എന്ന് പറയുന്ന ആ രീതിയിലായിട്ട് ഉണ്ടാക്കിയത്. ഈ ക്ലാസ്സുള്ള ദിവസമൊക്കെ ഇങ്ങനെ ഒരുപാട് ഡെക്കറേഷനൊന്നും ചെയ്തുണ്ടാക്കിക്കൊണ്ടിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ 7:30 ആകുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കേണ്ടി വരും. അപ്പോൾ വേഗം തന്നെ റെഡിയാക്കി എടുത്തതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് ഇട്ടില്ലേ, ഒരു മോള് വരച്ച ഡ്രോയിങ് ആയിരുന്നത്. അപ്പോൾ അവൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും വരച്ചതല്ല കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങളെടുത്ത് കുറേശ്ശെ അവൾ വരച്ചതാണ്. അപ്പം ഞാൻ കണ്ട സമയത്തൊക്കെ പോയി ഞാൻ വീഡിയോ എടുക്കും. പിന്നെ അവൾ എപ്പോഴേക്കും വരയ്ക്കണേ ഞാൻ കാണില്ല. അങ്ങനെ അത് പൂർത്തിയാക്കിയതാട്ടോ. അപ്പോൾ ഇങ്ങനെ പെൻസിലിന് ഇങ്ങനെ ചുമരയിലാണ് അവൾ കിടക്കുന്ന റൂമിൻ്റെ ചുമരയിലാണ് ഈ വരച്ചേക്കണത്. അപ്പോൾ അവൾ ഇങ്ങനെ കുറേശ്ശെ പെൻസിലിന് വരച്ചിട്ടായിരുന്നു. എന്നിട്ട് അവൾക്ക് നേരം കിട്ടുന്നതനുസരിച്ച് കുറേശ്ശെ അങ്ങനെ തീർത്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ടായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അങ്ങനെ അപ്പോൾ അത് തീർന്നപ്പോൾ ഞാനതെന്നാൽ ഒരു ലോങ് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയും എടുത്തു വെച്ച വീഡിയോ ആയിട്ടത്. അപ്പോൾ അതിന്ന് ഇട്ടതാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. കാര്യമല്ല, എൻ്റെ ഒരു സങ്കടമാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് പറയണം. കാരണം എൻ്റെ ഒരു യൂട്യൂബിൽ ഞാനിങ്ങനെ ഇപ്പോൾ കുറേ നാളായില്ല വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാറില്ലേ, ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് അവർ യൂട്യൂബ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമല്ലോ നമ്മുടെ വാച്ച് അവറിൻ്റെ ഇത്ര ഇത് വെച്ചിട്ട് ഒരു മാസം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. അങ്ങനെ പോകാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് പോയേക്കണ പോലെ കേട്ടോ. നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ പാമ്പും കോണിയും കളിച്ചിട്ട് നമ്മൾ 99 നിൽക്കുമ്പോൾ പെട്ടെന്ന് പാമ്പ് വിഴുങ്ങിയിട്ട് ആ 10 പോയി നിന്ന അതേ അവസ്ഥയിൽ നിൽക്കട്ടെ. ഇപ്പോൾ ഞാൻ ആകെ എനിക്ക് ഭയങ്കര ഒരു നിരാശ പോലെയായി. ഇനി വീഡിയോ ഇടണോ വേണ്ടയോ അങ്ങനെയൊക്കെ തോന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ. നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലേ ഓരോ വീഡിയോ ഉണ്ടാക്കി ഇടണത്. അപ്പോൾ ഉള്ളത് പോവാതെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അത്ര ആശ്വാസം ഉണ്ടായി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോൾ എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഒറ്റയടിക്ക് കുറഞ്ഞു പോണത്. അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടോ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞു പോണത്, ഇനി ഇങ്ങനെ തന്നെയാണോ വീഡിയോ ഇടേണ്ടത്, എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാനുണ്ടോ ഒന്നും എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ അതൊരു സങ്കടമായതുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കറി വയ്ക്കണത് കുമ്പളങ്ങയാണ്. കഴിഞ്ഞ ദിവസം കാണിച്ച കുമ്പളങ്ങയുടെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കായ ഒട്ടും മൂക്കാത്ത ടൈപ്പ് കായ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മൂക്കാത്ത ടൈപ്പ് കുമ്പളങ്ങയുടെ അത് നമ്മൾ കായ കളയണമെന്നില്ല. അത് കറിയിലിട്ടാലും കഴിക്കാൻ നല്ല രസം ഉണ്ടാവും, കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനത് കളഞ്ഞിട്ടില്ല. അതോടുകൂടി കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ചുവന്നുള്ളി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ചുവന്നുള്ളി എരിഞ്ഞതിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് എരിവിന് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കാത്ത കറിയാണ്. താളിപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് കുമ്പളങ്ങ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് വെന്ത് വരണത് തന്നെയാണ് കണക്ക്. ഇത് വേവുമ്പോൾ ഇങ്ങനെ കുത്തി ഉടച്ച കറിയാക്കി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല കഷ്ണങ്ങൾ ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനൊരു പകുതി ഉടച്ച് പകുതി ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത്. നല്ലൊരു കറിയായിട്ട് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു കറി കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും പപ്പടം വറുത്തതോ ഒരു തോരനും മെഴുക്കുവരട്ടിയോ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ഊണ് കഴിക്കാനും പറ്റും. ഊണ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വയറിനുള്ളൊരു എരിപിരി അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെയാണെങ്കിൽ കുമ്പളങ്ങയൊക്കെ നല്ലതല്ലേ വേനൽക്കാലത്തേക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു താളിപ്പ് കറി ഉണ്ടാക്കിയതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഇതുപോലെ തന്നെ ഇടയ്ക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പരിപ്പ് കുത്തിക്കാച്ചും, ഇങ്ങനത്തെ എന്തെങ്കിലും കഷ്ണങ്ങൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വെള്ളരിക്ക ചുരക്ക ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ചുരക്ക വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ്. ഏറ്റവും ടേസ്റ്റ് ചുരക്ക വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഞാൻ ഇപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തുന്നുള്ളൂ.
ഇപ്പോൾ ഇതേ കഷ്ണങ്ങളൊക്കെ വേവായി. അതിപ്പോൾ ഞാനിങ്ങനെ ഇച്ചിരി ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും ഒന്നും കൂടി വെന്ത് കഴിഞ്ഞിട്ട് ഓഫാക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി വേവിച്ചതാണ്. അപ്പോൾ അതേ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇന്ന് കുഞ്ഞൻ മത്തി ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അത് ക്ലീനാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ കറിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ മക്കൾക്ക് ഉണ്ടാക്കിയ തോരൻ്റെ ഇച്ചിരി ബാലൻസ് അതും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ മീനും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഞാൻ അത്രയാണ് എടുത്തിട്ടുള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.